اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് അകമഴിഞ്ഞുകൊണ്ട് നാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിൽ നിന്നുള്ള ശരണം തേടൽ, അഭയം ചോദിക്കൽ, അതിൽ 3 ഇതിനകം നാം വിശദീകരിച്ചു കഴിഞ്ഞു. اللهم إني أعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات. നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന്. ഇത് 3 നമ്മൾ വിശദീകരിച്ചത്. അവസാനമായി ആ പ്രാർത്ഥനയിൽ 4-മതായി അഭയം ചോദിക്കുന്നത് ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തിൽ നിന്നാണ്. അതായത് ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ ഫിത്ന. മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. മുസ്ലിം ലോകം അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ കൽപ്പന ദിനേന അവരുടെ നമസ്കാരങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 4 കാര്യങ്ങളിൽ നിന്ന് അഭയം ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും വിരമിക്കുന്നത്. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ 4 കാര്യങ്ങളിൽ 4-മത് പറഞ്ഞ മസീഹു ദജ്ജാലിന്റെ ഫിത്ന, അതിങ്ങനെ പറഞ്ഞു വിടുക എന്നതല്ലാതെ, അത് നമസ്കാരത്തിൽ മൊഴിഞ്ഞ് അവസാനിപ്പിക്കുക എന്നതല്ലാതെ, മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും എന്താണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന, അല്ലെങ്കിൽ ആരാണ് മസീഹു ദജ്ജാൽ എന്ന് അറിയില്ല എന്നത് വളരെയേറെ വ്യക്തമായ ഒരു സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ വളരെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്ത, മുന്നറിയിപ്പ് ചെയ്ത ഒരു വിഷയമാണത്. ദജ്ജാലിന്റെ ഫിത്നയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹാ ലം തകും ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർദ് മുൻദു ദറഅ അല്ലാഹു ദുർരിയത ആദം വലാ തകൂനു ഹത്താ തഖൂമ അസ്സാഅ അഅ്ളമ മിൻ ഫിത്നത്തി ദജ്ജാൽ. ഓ മനുഷ്യരെ,
ഇന്നഹാ ലം തകുൻ ഫിത്നത്തുൻ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് ഒരു പരീക്ഷണവും ഉണ്ടായിട്ടില്ല, ഒരു ഫിത്നയും ഉണ്ടായിട്ടില്ല. മുൻദു ദറ അല്ലാഹു ദുരിയത ആദം, അല്ലാഹു ആദം സന്തതികളെ സൃഷ്ടിച്ചത് മുതൽ ഒരു ഫിത്നയും ഉണ്ടായിട്ടില്ല. ഇനി വലാ തകൂനു, ഒരു ഫിത്നയും ഉണ്ടാകുന്നതുമല്ല ഹത്താ തഖൂമസ്സാ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഇനി ഒരു ഫിത്നയും ഉണ്ടാകുന്നതുമല്ല, ഉണ്ടായിട്ടുമില്ല. ഏതിനേക്കാൾ? അഅ്ളമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യം മുമ്പുണ്ടായിട്ടില്ല, ഇനി ശേഷവും അന്ത്യനാൾ വരെ സംഭവിക്കാനും പോകുന്നില്ല. അത്ര വളരെ ഗുരുതരമായ ഗൗരവമായ ഒരു വിഷയവും ഒരു ഫിത്നയുമാണ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അത്ര ആഴമോ ഏറ്റവും വലിയ ഫിത്ന എന്നാ പറഞ്ഞത്. മാത്രമല്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിനോട് മുന്നറിയിപ്പ് നൽകിയൊരു വിഷയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്നല്ലാഹ ലം യബ്അസ് നബിയ്യാ ഇല്ലാ ഹസ്സറ ഉമ്മതഹുൽ അഅ്വറ ദജ്ജാൽ ഇന്നി ലഉൻസിറുകും. ഇന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ, അല്ലാഹു ഒരൊറ്റ നബിയെയും നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഹസ്സറ ഉമ്മതഹു, ആ നബി തന്റെ സമുദായത്തിന് താക്കീത് ചെയ്തിട്ടല്ലാതെ, ആ നബി തന്റെ സമുദായത്തെ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടല്ലാതെ, ആരെക്കുറിച്ച്? അൽ അഅ്വറ ദജ്ജാൽ, അഅ്വറായ ദജ്ജാലിനെ സംബന്ധിച്ച്. അഅ്വർ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ എന്നാണ്. ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാതെ ഒരൊറ്റ നബിയെയും അയച്ചിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അത് പറഞ്ഞ് ആ ആമുഖം പറഞ്ഞിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നീ, നിശ്ചയമായും ഞാനിതാ ലഉൻസിറുകും, ആ ദജ്ജാലിനെ സംബന്ധിച്ച് നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുക തന്നെ ചെയ്യുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, വിഷയം വളരെ ഗൗരവമാണ്. നമ്മിൽ പല ആളുകൾക്കും അറിഞ്ഞുകൂടാ, മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും അറിഞ്ഞുകൂടാ ആരാ ദജ്ജാല്, എന്താ ദജ്ജാലിന്റെ ഫിത്ന, ഇത് ഏത് കാലത്താ വരിക, എന്താ സംഭവിക്കുക, അങ്ങനെ ഒരാളുണ്ടോ, ഇതൊരാളാണോ, എന്താണ് സാധനം, അറിഞ്ഞുകൂടാ. അപ്പൊ അത് ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി മുന്നറിയിപ്പ് നൽകി എന്ന് മാത്രമല്ല, എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു ദജ്ജാലിനെ സംബന്ധിച്ച്. ആ ദജ്ജാലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരാണ്. ജൂതന്മാരുടെ രക്ഷകനെന്നാണ് ജൂതന്മാര് വിശ്വസിക്കുന്നത്. ഈ അവസാന കാലത്ത് വരാൻ പോകുന്ന ദജ്ജാലിനെ സംബന്ധിച്ച് അവരുടെ രക്ഷകനായിട്ടാണ് യഹൂദികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ പ്രതിപാദനങ്ങൾ നോക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ ദജ്ജാല് അവരുടെ ആളായിട്ട് അവർ മനസ്സിലാക്കുകയും അങ്ങനെ ആ ദജ്ജാല് വരാൻ വേണ്ട രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ലോകത്ത് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് യഹൂദികളാകുന്നു എന്ന് യഹൂദികളുടെ ഓരോ പ്രവർത്തന രീതികളും പരിശോധിച്ചാൽ മുസ്ലിം ഉമ്മത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾക്കിനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ സൃഷ്ടിച്ചത് മുതൽ അന്ത്യനാൾ വരെ സംഭവിക്കുന്നതിന്റെ ഇടക്ക് ഇനി ഇത്ര വലിയ ഒരു ഫിത്ന വേറെ വരാനില്ല ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ. അതെല്ലാ അമ്പിയാക്കളും അവരുടെ ഉമ്മത്തിനോട് താക്കീതും കൊടുത്തതാണ്. അതുകൊണ്ടിതാ ഞാൻ നിങ്ങളോട് ശക്തമായ ഭാഷയിൽ തന്നെ അവനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ഈ വിജ്ഞാനം ആളുകൾക്കിടയിൽ ഇല്ലാതിരിക്കാൻ എന്താ കാരണം? സമൂഹത്തിൽ ഈ ദജ്ജാലിന്റെ വിഷയത്തിൽ രണ്ട് നിലക്കാണ് ഇന്ന് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ഈ ദജ്ജാലിന്റെ വിഷയം എടുത്തിട്ട് പറയുമെന്ന്,
അതൊക്കെ മിഥ്യയായ ധാരണയാണ്. അങ്ങനെ ഒരു ശക്തിയൊന്നും വരാനില്ല. അതൊക്കെ വെറുതെ നമ്മൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പിന്നെ ഹദീസിൽ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഒരാൾ വരുമെന്നോ ഒരു ശക്തി വരുമെന്നോ അതൊന്നുമല്ല. മറിച്ച് ദജ്ജാലിന്റേതായ സ്വഭാവങ്ങളൊക്കെ പറയുന്നത് അത് ചില സ്വഭാവങ്ങൾ ഈ ലോകത്ത് പ്രചരിക്കും എന്നതിനെ പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണ്. അതല്ലാതെ ഒരാളൊന്നും അങ്ങനെ വരാനില്ല. ലോകത്ത് ഒരുപാട് തോന്യാസങ്ങളും തെമ്മാടിത്തങ്ങളും കള്ളത്തരങ്ങളും അതുപോലെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ ലോകത്ത് സംഭവിക്കും എന്നതിന്റെ അതിനെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് പറയുന്നതാണ്. അതല്ലാതെ അങ്ങനെ ഒരു ശക്തിയൊന്നും വരാനില്ല, അതൊരാളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദജ്ജാലിന്റെ വിഷയത്തെ അത് ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് ഭൗതികമായിട്ട് ഒപ്പിക്കുന്ന കക്ഷികളുണ്ട്. അത് ഇസ്ലാമികമായിട്ട് അവരെ കുറിച്ച് പറയാനുള്ളത് അവർ നേരിന്റെ പാതയിൽ നിന്ന് ബഹുദൂരം പിഴച്ചുപോയ കക്ഷികളാകുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന പല കക്ഷികളും മുമ്പുമുണ്ടായിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. ഹദീസുകളിലെ പ്രയോഗങ്ങളെ ഉൾക്കൊള്ളാനാകുന്നില്ല, ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹീഹായ ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ അവനവന്റെ ഈ പരിമിതമായ ബുദ്ധിയിൽ അത് ഒതുങ്ങുന്നില്ലെന്ന ഒരൊറ്റ കാരണത്താൽ അവയെ മുഴുവൻ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രവണത പണ്ട് കാലത്തെ പല കക്ഷികളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലും ചില കക്ഷികൾ അത് ഏറ്റുപാടുന്നുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചില ആളുകൾ ചില വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ദജ്ജാലിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച്, അവന്റെ ശരീരപ്രകൃതിയെ സംബന്ധിച്ച്, അവന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ച്, അവൻ ലോകത്ത് കാണിക്കുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ചൊക്കെ വന്ന ഹദീസുകൾ കേൾക്കുമ്പോ അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവക്കൊക്കെ ഭൗതികമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും അതൊന്നും ആ പദങ്ങളിൽ ഉദ്ദേശിക്കുന്ന ബാഹ്യമായ അർത്ഥം ഉദ്ദേശമേ അല്ല എന്ന് പറഞ്ഞ് അവയൊക്കെ ആലങ്കാരിക പ്രയോഗമാണതെന്നും അവയുടെ ഉദ്ദേശം വേറെയാണെന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ച് ആ സംഭവത്തെ വളരെയേറെ നിരാകരിക്കുന്ന കക്ഷികൾ ലോകത്ത് വന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും ആ കക്ഷികളുടെ പിൻഗാമികൾ രംഗത്തുണ്ട്. അത് ഇസ്ലാമികമായ വീക്ഷണം അല്ല. ഇനി വേറൊരു കക്ഷിയെ നമുക്ക് കാണാം. അവർ ഈ ഹദീസിനെ എന്താ പറയുന്നത്? അതൊന്നും അത്ര ബലപ്പെട്ട ഹദീസൊന്നുമല്ല, അതിലൊന്നും അത്ര പ്രബലതയില്ല, അതൊന്നും നമ്മളത്ര വിശ്വസിച്ചുകൊള്ളൽ നിർബന്ധമായ നിലക്ക് വളരെ അധികം പരമ്പരകളിലൂടെ മുതവാത്തിറായ നിലക്ക് അഥവാ ഒരിക്കലും നിരാകരിക്കാനാവാത്ത നിലക്ക് അതൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതൊക്കെ ചില ഒറ്റപ്പെട്ട റിപ്പോർട്ടുകളിൽ മാത്രമാണ് കാണുന്നത്. അതൊന്നും അത്ര വിശ്വസിച്ചു കൊള്ളണം എന്നൊന്നുമില്ല. ഇനി അത് വിശ്വസിച്ചിട്ടില്ലെങ്കിലും തകരാറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തെയും അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളെ മുഴുവൻ മറ്റൊരർത്ഥത്തിലേക്ക് മാറ്റിവെക്കുക എന്ന് മാത്രമല്ല, അവയെ ബലം പോരാ എന്നും അത്രമാത്രം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു സംഗതിയായിട്ട് അതത്ര സ്ഥിരപ്പെട്ട് വന്നിട്ടൊന്നുമില്ല എന്ന് ഒരു ലഘൂകരിക്കുന്ന ഒരു സ്വഭാവവും ആളുകളിൽ കണ്ടുവരുന്നു. ഫലത്തിൽ രണ്ടും ഒന്നാ സംഭവിക്കുന്നത്. ആദ്യം പറഞ്ഞ കക്ഷിയുടെ ഈ വ്യാഖ്യാനിച്ചു ഒപ്പിക്കലിലൂടെയും രണ്ടാമത് പറഞ്ഞ കക്ഷിയുടെ ഹദീസിനത്ര ബലം പോരാ എന്ന് പറയുന്നവരിലൂടെയും വാസ്തവത്തിൽ സംഭവിക്കുന്നത് രണ്ടും ഒന്നാണ്. എന്താ രണ്ടും ഒന്നെന്ന് പറഞ്ഞാൽ, രണ്ടു കൂട്ടർക്കും ഇതത്ര ബോധിച്ചിട്ടില്ല. രണ്ടു കൂട്ടർക്കും ഈ ദജ്ജാലിന്റെ ഹദീസ് അത്ര ബോധിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല. നിങ്ങൾക്ക് ഹദീസ് വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും. അതിന് കാരണമുണ്ട്. ഈ ഹദീസുകളൊക്കെ പറഞ്ഞു തന്ന അള്ളാഹുവിന്റെ റസൂല് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു തന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവനെ സംബന്ധിച്ച് വിശദീകരിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ ഹദീസിൽ തന്നെ കാണാം. ഹത്താ ഖശീതു അല്ലാ തഅഖിലൂ, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ലേ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. റസൂൽ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു തരുമ്പോ എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഈ ദജ്ജാലിന്റെ ഓരോ വിശേഷണങ്ങളും
അവന്റെ ഓരോ കാര്യങ്ങളും, അവന്റെ ശരീരപ്രകൃതവും, അവൻ ഈ ലോകത്ത് ജീവിക്കുന്ന കാലവും, അവന്റേതായ അത്ഭുത കൃത്യങ്ങളുമൊക്കെ വിശദീകരിച്ചു തരുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരാമുഖം പറഞ്ഞിട്ടുണ്ട്: ഇന്നീ ഖദ് ഹദ്ദസ്തുകും അനിദ് ദജ്ജാൽ ഹത്താ ഖശീതു അല്ലാ തഅഖിലൂ. ഞാനിതാ നിങ്ങൾക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് വർത്തമാനം പറഞ്ഞു തരുന്നു. ഹത്താ ഖശീതു അല്ലാ തഅഖിലൂ, നിങ്ങളുടെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞെങ്കിൽ ആളുകൾ ഇന്ന് ആ രൂപത്തിലാണ് അതിനെ ന്യായീകരിച്ച് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിയും അങ്ങനെ ഒരു പ്രചരണവും പല കക്ഷികൾക്കിടയിലും വന്നതുകൊണ്ട് പലപ്പോഴും അത് പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ ഖുതുബകളിലും ദജ്ജാൽ സംബന്ധമായ വിഷയങ്ങൾ പറയുന്നതിൽ പലർക്കും മടിയായി. ദജ്ജാലിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ ആളുകൾക്ക് അതാണ് ദഹിക്കുമോ? അതുകൊണ്ട് ആളുകൾ അത് ഉൾക്കൊള്ളാതെ പോകുമോ? അതുകൊണ്ട് ആളുകൾ ഇതൊക്കെ അന്ധവിശ്വാസാണെന്ന് പറയൂലേ എന്നൊക്കെ പറഞ്ഞ് ഈ പല കക്ഷികളും ഈ സമൂഹത്തിൽ ഈ ദജ്ജാൽ സംബന്ധമായി വന്ന ഹദീസുകളെ വ്യാഖ്യാനിച്ചു ഒപ്പിച്ചു വശത്താക്കിയവരും അതത്ര ബലം പോരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കക്ഷികളുടെയുമൊക്കെ സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ട് ദീന് പറയുന്ന ആളുകൾക്ക് തന്നെയും അത് പറയുമ്പോൾ അത് ജനത്തിന് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന നിലക്ക് അത് സമൂഹത്തിൽ നിന്ന് എടുത്തുപോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് കാണാം: ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹല الناس عن ذكره وحتى تترك الأئمة ذكره على المنابر. لا يخرج الدجال, ദജ്ജാൽ പുറപ്പെടുന്നതല്ല, ദജ്ജാൽ പുറത്തു വരുന്നതല്ല. ഏതുവരെ? ഹത്താ യദ്ഹല الناس عن ذكره, ദജ്ജാലിനെ സംബന്ധിച്ചുള്ള വർത്തമാനത്തിൽ നിന്ന് ജനങ്ങൾ അശ്രദ്ധമാകുന്ന കാലം വരെ. അപ്പൊ ആളുകൾക്ക് ദജ്ജാലിനെ സംബന്ധിച്ചുള്ള ആ വർത്താനത്തിൽ പോകും, അതൊന്നും ആളുകൾക്ക് ഓർമ്മല്ലാതാകും. അങ്ങനെ ആളുകൾ ദജ്ജാൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഹത്താ യദ്ഹല الناس عن ذكره, അവനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് ആളുകൾ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടം വരുന്നോളം ദജ്ജാൽ രംഗത്ത് വരുന്നതല്ല. അതേപോലെ തന്നെ വഹത്താ തത്റുകൽ ഇമ്മത്തു സിക്റഹു അലൽ മനാബിരി, മിമ്പറുകളിൽ നിന്ന്, മിമ്പറുകളിലെ ചീമാമീങ്ങൾ ആ വിഷയം സംസാരിക്കുന്നത് ഉപേക്ഷിക്കുന്നത് വരെയും ദജ്ജാൽ രംഗത്ത് വരുന്നതല്ല. അവ അവസാന കാലം ഉണ്ടാകുമ്പോഴേക്ക് ദജ്ജാലിനെ സംബന്ധിച്ച് എവിടുന്നും കേൾക്കാതാകും. ദജ്ജാലിനെ സംബന്ധിച്ച് ആരും പറയാൻ മടിക്കും. മിമ്പറുകളിൽ വെച്ച് ഉത്ബോധിപ്പിക്കപ്പെടൽ ബാധ്യതയുള്ള ഇമാമുമാര് വരെ അത് പറയാത്തൊരവസ്ഥ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ ആയിക്കൂടാ. ദജ്ജാൽ സംബന്ധമായി എന്താണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ഉമ്മത്തിന് പഠിപ്പിച്ച് തന്നതെങ്കിൽ അത് ആര് പരിഹസിച്ച് നിഷേധിച്ച് തള്ളിയാലും, ആര് അതിനെ എതിർത്ത് ന്യായീകരിച്ചാലും, ആരതിന് ഭൗതിക ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും നൽകിയിട്ട് അവയെ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ച് ഭൗതികമായ വ്യാഖ്യാനത്തിൽ തൃപ്തിപ്പെട്ടാലും, ആര് ആ ഹദീസുകളൊന്നും അത്രയങ്ങ് വിശ്വസിക്കേണ്ട പ്രബലതയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളാനോ ലഘൂകരിക്കാനോ ശ്രമിച്ചാലും നാം വിട്ടുകൊടുക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതൊക്കെ അറിയൽ അനിവാര്യമായ സംഗതിയാണ്. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ഇന്നഹാലം തകുൻ ഫിത്നതുൻ അലാ വജ്ഹിൽ അർളി മുൻദു അല്ലാഹു ദുർരിയത ആദം, ആദം സന്തതികളെ സൃഷ്ടിച്ചേടം മുതൽ ഭൂമുഖത്തൊരു ഫിത്നയും ഉണ്ടായിട്ടില്ല, ഇനി അന്ത്യനാൾ വരെ ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. അഅ്ളമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ അമ്പിച്ചൊരു ഫിത്ന ഇനി വേറെ വരാനില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ ലം യബ്അസ് നബിയ്യൻ ഇല്ലാ ഹസ്സറ ഉമ്മത്തഹുൽ അഅ്വറ ദജ്ജാല, ഒരൊറ്റ നബിയും തന്റെ ഉമ്മത്തിനെ അത് സംബന്ധമായി മുന്നറിയിപ്പ് നൽകാതെയും ഇരുന്നിട്ടില്ല. ഇന്നീ ലഉൻദിറുകുമൂ, ഞാനിതാ നിങ്ങൾക്ക് അവനെ സംബന്ധിച്ച് കൃത്യമായി ഇതാ മുന്നറിയിപ്പ് നൽകുന്നു.
അപ്പൊ സുഹൃത്തുക്കളെ, ഏറ്റവും വലിയൊരു ഫിത്നയാണത്. ഞാൻ ആഖിറുൽ അംബിയാ, അംബിയാക്കളിൽ അവസാനത്തെ ആളാണ് ഞാൻ. റസൂല് പറയുകയാണ്, വ അന ആഖിറുൽ അംബിയാഇ, അംബിയാക്കളിൽ വെച്ച് ഏറ്റവും അവസാനത്തെ നബിയാണ് ഞാൻ. വ അൻതും ആഖിറുൽ ഉമം, സമുദായങ്ങളിൽ അവസാനത്തെ സമുദായവും നിങ്ങളാകുന്നു. ഞാൻ അവസാനത്തെ നബിയുമാണ്, നിങ്ങൾ അവസാനത്തെ സമുദായവുമാണ്. അതുകൊണ്ട് വഹുവ ഖാരിജുൻ ഫീകും ലാ മഹാല, നിസ്സംശയം നിങ്ങളോട് പറയട്ടെ, വഹുവ ഖാരിജുൻ ഫീകും, അവൻ നിങ്ങളിലാണ് വരിക. ലാ മഹാലത, ഒരു സംശയവും വേണ്ട, അതിനെക്കുറിച്ചൊരു ശക്ക് ഒരാൾക്കും വേണ്ട. ഈ അവസാനത്തെ സമുദായത്തിലാണ് ദജ്ജാൽ രംഗത്ത് വരിക. ഇന്നഹു ലഹഖ്, അവന്റെ വരവ് സത്യം തന്നെയാണ്. വ അമ്മാ ഇന്നഹു ഖരീബ്, അവൻ വളരെ അടുത്ത് തന്നെ വരുന്നതാണ്. വരാനുള്ളതൊക്കെ അടുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫകുല്ലു മാ ഹുവ ആതിൻ ഖരീബ്, വരാൻ പോകുന്നതൊക്കെ അടുത്ത് സംഭവിക്കുന്നത് തന്നെയാകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അപ്പൊ ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സംഗതി, അത് ലോകത്ത് ദുഷിച്ച ചില കള്ള സ്വഭാവങ്ങൾ വളരുക എന്നൊന്നുമല്ല ഇതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരാൾ തന്നെ വരാനുണ്ട്, ഒരു വ്യക്തി തന്നെ വരാനുണ്ട്. അയാളുടെ വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വേണ്ട രൂപത്തിൽ അവിടുന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ധാരാളം സഹീഹായ ഹദീസുകളിലൂടെ, ഒന്നും രണ്ടും പരമ്പരകളിലൂടെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ഒരിക്കലും തള്ളിക്കളയാനാകാത്ത നിലക്ക് ധാരാളക്കണക്കിന് പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവമാണ് ദജ്ജാലിന്റെ വിഷയം. ആ സംബന്ധമായിട്ട് ധാരാളം പ്രയോഗങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, സഹീഹ് മുസ്ലിമിൽ കാണാം, അതുപോലെ തന്നെ അബൂദാവൂദിലും തിർമിദിയിലും നസായിലും ഇബ്നു മാജയിലും, അങ്ങനെ ധാരാളക്കണക്കിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ വിഷയം കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെ പഠിക്കാൻ സാധ്യത പലപ്പോഴും നഷ്ടപ്പെടാറാണ് പതിവ്. അതുകൊണ്ട് ഇത് സംബന്ധമായി നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എന്താണ് നമ്മൾ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് ഇത്രമാത്രം ഈ മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കാൻ മാത്രം എന്താണ് അതിന്റെ ഗൗരവം എന്ന് കൃത്യമായി ഓരോ മുസ്ലിമീങ്ങളും ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറയുന്നത്? അവൻ ഏത് കാലത്താണ് വരിക? അവൻ വരുന്നതിന്റെ മുന്നോടിയായി ഇവിടെ നടക്കാൻ പോകുന്ന ചില മാറ്റങ്ങളുണ്ട്. ദജ്ജാല് ഈ ലോകത്ത് വരുമ്പോ എന്തായിരിക്കും ഈ ലോകത്തിന്റെ സ്ഥിതി? ഈ സമൂഹം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും. ദജ്ജാല് വരണമെങ്കിൽ ലോകം വളരെ ദുഷിക്കണം. ലോകത്ത് നല്ല രൂപത്തിലുള്ള സ്വഭാവങ്ങളൊന്നും നിലനിൽക്കാത്ത കാലത്താ ദജ്ജാല് വരിക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യഖ്റുജു ഫീ സമാനി ഇഖ്തിലാഫിൻ മിനൻ നാസി വഫുർഖ. യഖ്റുജു, അവൻ പുറത്തു വരും, അവൻ പുറപ്പെടും. ഫീ സമാനി ഇഖ്തിലാഫിൻ മിനൻ നാസ്, ആളുകൾക്കിടയിൽ വളരെ ഭിന്നതയും വഫുർഖത്തിൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചേരിതിരിവുകളും വരുന്ന സമയത്താണ് ദജ്ജാൽ രംഗത്ത് വരുന്നത്. ആളുകൾക്കിടയിൽ നിന്ന് സ്നേഹം എടുത്തുപോകും. പരസ്പരം കണ്ടാൽ കടിച്ചു കീറുന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് വളരെ അകന്നുകൊണ്ട് ആളുകൾക്കിടയിൽ വളരെ ഭിന്നിപ്പും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യങ്ങളും പകയും വിദ്വേഷവുമൊക്കെ പ്രകടമാകുന്നൊരു കാലത്ത് ആളുകൾക്കിടയിൽ ഈ വിദ്വേഷവും പകയുമൊക്കെ പ്രചരിക്കുന്ന ഒരവസരത്തിൽ ദീന് വളരെ ലഘുവായിരിക്കും. ആ കാലത്തുള്ള ആളുകൾക്ക് ദീനനുസരിച്ചുള്ള ജീവിതം അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്കിടയിൽ വളരെ ലഘുവായിരിക്കും. വസൂഇ ദാത്തി ബൈനിൻ, പരസ്പരമുള്ള ഇടപാടുകളിൽ വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ മോശപ്പെട്ട ഒരു സമീപനം. ആ കാലത്താണ് ദജ്ജാൽ രംഗത്ത് വരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അവ ലോകം ഇങ്ങനെ വളരെ ദുഷിക്കണം. ഈ ലോകം വളരെ ദുഷിച്ചാലാണ് ആര് രംഗത്ത് വരിക? ദജ്ജാൽ രംഗത്ത് വരുന്നത്.
അതുകൊണ്ട് ദജ്ജാല് വേഗം വരണം, ദജ്ജാല് വേഗം വന്നാൽ ഞങ്ങളുടെ രക്ഷകനാണ് എന്നാണ് ജൂതൻ വിചാരിക്കുന്നത്. കുറെ ഉണ്ട് സംബന്ധമായിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഇനിയും ഇന്ന് തീർന്നിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് വിശദീകരിക്കാം. ദജ്ജാലിന്റെ വരവോടുകൂടി യഹൂദികൾ, ജൂതന്മാര് വിശ്വസിക്കുന്നത് അവരുടെ മോക്ഷകൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ്, അവരുടെ രക്ഷകനാണ് എന്നാണ്. ആ രക്ഷകനെയാണ് അവർ കാത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ഈ രൂപത്തിലുള്ളതൊക്കെ വായിച്ചു പഠിച്ചിട്ട് അവർക്ക് മനസ്സിലായി ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിമീങ്ങളുടെ ദീൻ നശിപ്പിക്കണം. അങ്ങനെ മുസ്ലിമീങ്ങളുടെ ദീൻ നശിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോ കാലത്തും ജൂതന്മാരുടെ തലയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആണിക്കല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ ശിർക്ക് പ്രചരിപ്പിക്കാൻ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ജൂതന്റെ ശ്രമങ്ങളുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാനും ആ റസൂലിനെ വളരെ താറടിച്ച് കാണിക്കാനുമുള്ള ശ്രമങ്ങൾ ജൂതന്മാർ ആഗോളാടിസ്ഥാനത്തിൽ ഏത് കാലത്തും ചെയ്തിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ റസൂലുള്ളാഹിനെ ശാരീരികമായി വകവരുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചവരാണ് ജൂതന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദർശത്തെ മാത്രമല്ല, റസൂലുള്ളാഹിനെ നേർക്കുനേരെ തന്നെ കൊന്നുകളയണമെന്ന് പ്ലാനിട്ടവരാണ് ജൂതന്മാർ. അതിനുവേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കാവലുള്ള വ്യക്തിയാണല്ലോ മഹാനായ റസൂലുള്ളാഹ്. ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തിയാകും വരെയും റസൂലുള്ളാഹിക്ക് ഒരു ശത്രുവിന്റെ യാതൊന്നും സംഭവിക്കാത്ത നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. ഓ പ്രവാചകരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട സത്യങ്ങളെയൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോളൂ. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോളൂ നബിയെ. വഇല്ലം തഫ്അൽ, താങ്കൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, ആ റബ്ബിന്റെ സന്ദേശത്തെ നിങ്ങൾ എത്തിച്ചിട്ടില്ലെന്ന് വരും. അതുകൊണ്ട് ഭയപ്പെടാതെ ഒക്കെ എത്തിച്ചോളൂ. വല്ലാഹു യഅസിമുക മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് അങ്ങയെ അല്ലാഹു കാത്തുരക്ഷിക്കുന്നതാകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹിനെ വകവരുത്താൻ പലരും ശ്രമിച്ചു. ഖുറൈശികൾ ശ്രമിച്ചില്ലേ? അത്ഭുതകരമായി മുഹമ്മദ് റസൂലുള്ളാഹി രക്ഷപ്പെട്ടില്ലേ? ജൂതന്റെ ശ്രമങ്ങൾ ഉണ്ടായില്ലേ? റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് റസൂൽ ഒരു ചുമരും ചാരിയിരിക്കുന്ന നേരത്ത് വീടിന്റെ മട്ടുപ്പാവിന്റെ മുകളിൽ കയറിയിട്ട് ഒരു വലിയ പാറക്കല്ല് റസൂലുള്ളാഹിയുടെ തലയിലേക്ക് ഇടാൻ വേണ്ടി ഗൂഢപദ്ധതികൾ ജൂതന്മാര് തയ്യാറാക്കിയില്ലേ? പക്ഷേ പൊളിഞ്ഞുപോയി. റസൂലുള്ളാഹിനെ വലിയ സ്നേഹം നടിച്ചിട്ടൊരു പെണ്ണ് വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ? റസൂലുള്ളാഹിനെ സൽക്കരിക്കാനാ എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന്റെ മുമ്പേ ചോദിച്ചറിഞ്ഞിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാംസത്തിന്റെ ഏത് ഭാഗത്തോടാ ഏറ്റവും ഇഷ്ടമെന്ന്. റസൂലുള്ളാഹിക്ക് മാംസത്തിന്റെ ഏത് ഭാഗത്തോടാ ഏറ്റവും താല്പര്യമെന്ന് ചോദിച്ചറിഞ്ഞിരുന്നു രഹസ്യമായിട്ട്. എന്തിനാ? ഒരാൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഭാഗമല്ലേ ഭക്ഷണത്തിൽ അയാൾ ആദ്യം കഴിക്കുക. ആ ഭാഗത്ത് പരമാവധി വശം പുരട്ടണം. അങ്ങനെ റസൂലുള്ളാഹിനെ കൊന്നുകളയണം എന്ന് ജൂതപ്പെണ്ണ് ഗൂഢമായി പ്ലാൻ തയ്യാറാക്കിയിരുന്നില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിയും സഹാബത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിപ്പോയി. ജൂത സ്ത്രീയുടെ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിപ്പോയി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ കൂടെയുണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു തആല അൻഹു ഒരു കഷ്ണം മാംസം എടുത്ത് വായിലിട്ട് ചവച്ചരച്ചു. അദ്ദേഹം ഷഹീദായി, അദ്ദേഹം വഫാത്തായി പോയി, മരിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഒരു വായിലേക്ക് ഇട്ടപ്പോഴേക്ക് അതാ പടച്ച തമ്പുരാന്റെ നിർദ്ദേശം വരുന്നു, നബിയേ അതിൽ വിഷം പുരട്ടിയിരിക്കുന്നു, ഭക്ഷിക്കല്ല എന്ന് വായിലിട്ടപ്പോഴേക്ക് പടച്ച തമ്പുരാന്റെ നിർദ്ദേശം വരുന്നു. ആ വിഷത്തിൻ്റെതായ ഗൗരവം കാരണത്താൽ
നന്നായി അവൾ പുരട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിക്ക് പടച്ച തമ്പുരാന്റെ കാവൽ, റസൂലുള്ളാഹിക്ക് അതിലൊന്നും സംഭവിച്ചില്ല. പക്ഷേ മരിക്കുന്ന നേരത്തും റസൂലുള്ള പറഞ്ഞിരുന്നു, ആ പെണ്ണെനിക്ക് തന്ന വിഷത്തിന്റെ ഗൗരവം ഇന്നും എന്റെ ശരീരത്തിന്റെ ചില ധമനികളിൽ അതിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഇടയ്ക്ക് ആ സംഭവത്തെ അയവിറക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നൊരു സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂലിനെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ജൂതൻ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തെ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹിയുടെ കാലശേഷം അവിടുത്തെ ആശയത്തെയല്ലേ ഇനി തകർക്കാൻ കഴിയുക? അങ്ങനെ ഒരുപാട് ജൂതന്മാരുടെ ആശയങ്ങൾ ഈ സമുദായത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്റെ പല ആശയങ്ങളും ഈ സമുദായത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. റസൂലുള്ള മുന്നറിയിപ്പ് നൽകിയല്ലോ, ലഅനല്ലാഹു യഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ, ജൂത ക്രൈസ്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി. അങ്ങനെ പുണ്യപുരുഷന്മാര് മരിച്ചു കഴിഞ്ഞാൽ ബനൗ അലാ ഖബരിഹി മസ്ജിദാ, ആ പുണ്യപുരുഷനെ അടക്കം ചെയ്ത ഖബറിന്റെ മീതെ അവര് ആരാധനാലയം കെട്ടിപ്പടുക്കാറുണ്ടായിരുന്നു. സ്വഹാബത്തെ, ഈ സമുദായത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലാ നിങ്ങൾ അറിയണേ, ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ അക്കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളോടിതാ ശക്തമായി വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ജൂതന്മാരുണ്ടാക്കിയ കുറെ ആശയങ്ങളിൽ പലതുമാണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, അതുപോലെ തന്നെ സ്വഹാബത്തിന് പരിചയമില്ലാത്ത, മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത ഒരുപാട് പിഴച്ച വാദങ്ങളുമായിട്ട് ദജ്ജാലികൾ, ഈ വലിയ ദജ്ജാലി അവസാനം വരുന്നതിന്റെ മുമ്പേ അവന്റെ ഈ ആശയങ്ങൾ ഈ സമുദായത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി പല കള്ളദജ്ജാലുകളും കള്ളന്മാരും രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അവരിൽ പലരും ഞാൻ നബിയാണെന്ന് വാദിക്കുമെന്നും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കള്ളന്മാരും നബിയാണെന്ന് വാദിച്ചുകൊണ്ട് വന്നവരുണ്ട്, ദൈവമാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന ദജ്ജാലുകളുണ്ട്. അപ്പൊ ഏത് കാലത്തും ഈ അവസാന കാലത്ത് വരാനിരിക്കുന്ന ദജ്ജാലിന്റെ ആ ഫിത്നയുടെ ചില അടയാളങ്ങളും ചില സ്വഭാവങ്ങളുമായിക്കൊണ്ട് ചില കുട്ടി ദജ്ജാലുകൾ രംഗത്തുണ്ടാകും എന്നതുകൊണ്ട് അവസാന കാലത്താണ് ദജ്ജാല് വരുന്നതെങ്കിലും ഈ ദജ്ജാലിന്റേതായ ചില സ്വഭാവ സവിശേഷതകൾ നിലനിർത്തുന്ന പലരും ലോകത്തുണ്ട് എന്ന നിലക്ക് തന്നെ ഏത് കാലത്തുമുള്ള മുസ്ലിമീങ്ങളും അവരുടെ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് ഈ ദജ്ജാലിന്റേതായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഏതെല്ലാം ദുശക്തികളുണ്ടോ അവരുടെയൊക്കെ ഫിത്നകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ സാന്ദർഭികമായി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഈ നിലക്ക് ദജ്ജാല് വരുന്ന കാലത്തുള്ള ജനങ്ങളുടെ സ്ഥിതിയാണ്. ഇനി ആ ദജ്ജാല് രംഗത്ത് വരുന്നതിന്റെ മുമ്പേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഇന്ന ഖബ്ല ഖുറൂജിദ് ദജ്ജാലി സലാസു സനവാത്തിൻ ശിദാദ്, ദജ്ജാലിയുടെ പുറത്തേക്ക് വരുന്നതിന്റെ മുമ്പ് കഠിനമായ 3 കൊല്ലങ്ങൾ, അവൻ വരുന്നതിന്റെ 3 കൊല്ലം മുമ്പത്തെ സ്ഥിതി പറയാണ്. കഠിനമായ 3 കൊല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് ശക്തമായ നിലക്കുള്ള ക്ഷാമം പിടിപെടും, വിശപ്പ് പിടിപെടും, മഹാവറുതിയാണ് ഉണ്ടാകുന്നത്. അല്ലാഹു ആദ്യത്തെ കൊല്ലത്തിൽ ആകാശത്തോട് അല്ലാഹു കൽപ്പിക്കും, മൻ തഹ്ബിസ സുലുസ മതരിഹാ, അതിന്റെ മഴയുടെ 1/3 ഭാഗം പിടിച്ചു വെക്കാൻ അല്ലാഹു ആകാശത്തോട് കൽപ്പിക്കും.
ഒന്നാമത്തെ കൊല്ലം തന്നെ സംഭവിക്കുന്നത് എന്താ? മഴ അങ്ങ് കുറയും. മഴ 2 മഴയായി മാറും. 1 അവിടെ പിടിച്ചു വെച്ചു. വയഅ്മുറുൽ അർള, ഭൂമിയോടും അല്ലാഹു കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസ നബാതിഹാ, ഭൂമിയിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളിലെ 1/3 ഭാഗത്തെ ആ ഭൂമിയും തടഞ്ഞു വെക്കും. അപ്പൊ മഴ 1/1 കുറഞ്ഞു, ഉൽപ്പന്നങ്ങളും 1/1 കുറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കൊല്ലത്തെ സ്ഥിതി അതാണ്. ദജ്ജാൽ വരുന്നതിന്റെ മുമ്പുള്ള 3 കൊല്ലമാണ് വിവരിക്കുന്നത്. രണ്ടാമത്തെ കൊല്ലത്തിൽ ആകാശത്തോട് കൽപ്പിക്കും, ആകാശത്തിന്റെ മഴയുടെ 2/3 അത് പിടിച്ചു വെക്കും. പിന്നെയും കുറഞ്ഞു. വയഅ്മുറുൽ അർള, ഭൂമിയോടും കൽപ്പിക്കും, ഫതഹ്ബിസു സുലുസൈ നബാതിഹാ, ആ ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിൽ 2/3 അത് പിടിച്ചു വെക്കും. ഇപ്പൊ 1/1 മഴയുള്ളൂ, 1/1 ഉൽപ്പന്നങ്ങളും ബാക്കിയുള്ളൂ. സുമ്മ യഅ്മുറുല്ലാഹു സമാഅ ഫിസ്സനത്തി സാലിസ, പിന്നെ 3ാമത്തെ കൊല്ലത്തിൽ, അഥവാ ദജ്ജാലിങ് പുറത്തു വരുന്ന ആ കൊല്ലം, ഇത് തൊട്ട് മുമ്പത്തെ കൊല്ലം, 3ാമത്തെ കൊല്ലമാകുമ്പോ അല്ലാഹു കൽപ്പിക്കുന്നു ആകാശത്തോട്, ഫതഹ്ബിസു മതറഹാ കുല്ലഹു, അതിന്റെ മഴ മുഴുവനും അത് പിടിച്ചു വെക്കുന്നു. ഫലാ തഖ്തുറു ഖത്റാ, ഒരു തുള്ളി പോലും പിന്നെ വർഷിക്കാതെയായി. വയഅ്മുറുൽ അർള, ഭൂമിയോടും അല്ലാഹു കൽപ്പിക്കുന്നു, ഫതഹ്ബിസു നബാതഹാ കുല്ലഹു, ഭൂമി അതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളെയും തടഞ്ഞു വെച്ചുപോയി. ഫലാ തൻബുതു ഖദ്റാ, ഒരു പച്ചവർണ്ണത്തിലുള്ള ഒരു ചെടി പോലും പിന്നെ മുളക്കാതെയായി. ഫലാ തബ്ഖാ ദാതു ളിൽഫിൻ ഇല്ലാ ഹലകത്, എല്ലാ രൂപത്തിലുള്ള മൃഗങ്ങളും ഒക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയിലായി. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലതല്ലാത്ത എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥയിലായിപ്പോയി. അന്ന് എന്താ പിന്നെ ജനങ്ങളെ ജീവിപ്പിക്കാനും സഹാബത്ത് ചോദിച്ചു. ഇത്തരം ഒരവസ്ഥയിൽ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ എന്താ പിന്നെ ചെയ്യാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു. പറഞ്ഞു, അത്തഹ്ലീല വത്തക്ബീറു വത്തക്ബീറു വത്തസ്ബീഹു വത്തഹ്മീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ, അല്ലാഹു അക്ബറുകൾ, സുബ്ഹാനല്ലാഹുകൾ, അൽഹംദുലില്ലകൾ, ഇതൊക്കെയാണ് അന്ന് വിശ്വാസികളായിട്ട് ബാക്കിയുള്ള ആളുകളെ ജീവിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ആ ഒരവസ്ഥ സംജാതമാകുന്ന അവസരത്തിൽ, ദജ്ജാൽ വരുന്ന കാലത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷാമവും വറുതിയുള്ളൊരവസരമായിരിക്കും. എന്നിട്ട് വേണം അവനിങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഭയങ്കര ക്ഷേമവും അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര പ്രത്യേകമായ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അവനിലേക്ക് ആളുകളെ വശീകരിച്ചു കൊണ്ടുപോകാൻ അതിനുള്ള കളം ഒരുങ്ങും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ അതിന്റെ സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നു അവന്റെ പ്രകൃതം. ദജ്ജാലിന്റെ ചില വിശേഷണങ്ങളുണ്ട്, അവന്റെ ചില അടയാളങ്ങളുണ്ട്. സഹീഹായ ഹദീസുകളിൽ കാണാം, فإني سأصفه لكم صفة لم يصفها إياه نبي قبلي, ഞാനിതാ നിങ്ങൾക്ക് അവനെ സംബന്ധിച്ച് വർണ്ണിച്ചു തരട്ടെയോ. ലം യസിഫ്ഹാ ഇയ്യാഹു നബിയുൻ ഖബ്ലി, എനിക്ക് മുമ്പൊരു നബിയും ഇതുപോലെ അവനെ സംബന്ധിച്ച് വർണ്ണിച്ചു തന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പലതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ ഒരു സംഗതി പറഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, അത് പിന്നെ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുമോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കേണ്ടത്. റസൂൽ അത് പറഞ്ഞോ ഇല്ലേ എന്നേ നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂല് അത്ഭുതകരമായ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ, ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും ആ സംഭവം വിവരിച്ച് കേൾപ്പിച്ചപ്പോ പലരും അതിനെ പരിഹസിച്ചു, പലരും അതിനെ തള്ളിക്കളഞ്ഞു,
പലരും അതിനെ ചോദ്യം ചെയ്തു. അതേ അവസരത്തിൽ നബി സംഭവം വിവരിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലായിരുന്നു. പിന്നീട് ഈ സംഭവം കേട്ട ഏതോ ചില വ്യക്തികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഇതാ നിങ്ങളുടെ കൂട്ടുകാരൻ, അഥവാ അവരുദ്ദേശിച്ചത് മുഹമ്മദ് നബിയെയാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇതാ ഇതുവരെ പറഞ്ഞതിനേക്കാൾ വലിയ ഒരു വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അദ്ദേഹം പറയുന്നത്? അവർ നടന്ന സംഭവമൊക്കെ വിശദീകരിച്ചു. ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവോ? അതേ എനിക്കറിയേണ്ടതുള്ളൂ. പറഞ്ഞു, അത് സത്യമാണെന്ന് അവർ പറഞ്ഞപ്പോ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ഞാൻ അംഗീകരിക്കുന്നു. കാരണം അതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ വിശ്വസിച്ചിട്ടാ ഞാൻ നടക്കുന്നത്. പിന്നെ എനിക്കുണ്ടോ അത് വിശ്വസിക്കാൻ ഇത്ര പ്രയാസം? ആ സംഭവം സ്വഹീഹായി വന്നതാണ്. അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒരു പാഠം പഠിക്കണം. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുമോ, നമ്മുടേതായ അറിവിൽ ഒതുങ്ങുമോ എന്നൊന്നും നോക്കിയിട്ടല്ല ഇസ്ലാമിന്റെ ഒരു കാര്യം വിശ്വസിക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഗൈബിൽ വിശ്വസിക്കലാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ കാണുന്നതിൽ മാത്രം വിശ്വസിക്കലല്ല. കാണുന്നൊരു സംഗതിയെക്കുറിച്ച് വിശ്വസിക്കാന്ന് പറയൂല. ഈ മൈക്കന്റെ മുമ്പിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂല. കാണാത്തൊരു കാര്യത്തെക്കുറിച്ചേ വിശ്വസിക്കുക എന്ന പ്രയോഗം പോലുമുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ കാണാം, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം യാതൊരു സംശയവും അതിലില്ല കേട്ടോ. അത് ഹുദൽ ലിൽ മുത്തഖീന, സൂക്ഷ്മത പാലിക്കുന്ന ഭക്തന്മാർക്കത് മാർഗദർശനമാണ്. എന്നിട്ട് ആരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ഒന്നാമതായിട്ട് മുത്തഖീങ്ങളുടെ ഗുണം പറഞ്ഞതെന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആരാ മുത്തഖീങ്ങൾ? ആർക്കാ ഖുർആൻ പ്രയോജനപ്പെടുക? ആർക്കാണ് ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടുക? മുത്തഖീങ്ങൾക്ക്. ആ മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ഗുണം എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇസ്ലാമിന്റേതാണ്ട് എല്ലാ കാര്യങ്ങളും ഗൈബിൽ അധിഷ്ഠിതമാണ്. അല്ലാഹുവിൽ നാം വിശ്വസിക്കുന്നു, അല്ലാഹുവിനെ നാം കണ്ടിട്ടില്ല. മലായിക്കത്തുകളിൽ നാം വിശ്വസിക്കുന്നു, മലക്കുകളെ നാം ആരും കണ്ടിട്ടില്ല. പരലോകത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു, ഖബർ ശിക്ഷയിൽ നമ്മൾ വിശ്വസിക്കുന്നു, സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്നു, പരലോക വിചാരണയിൽ വിശ്വസിക്കുന്നു, നന്മ തിന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന റിക്കാർഡിൽ വിശ്വസിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും നാം വിശ്വസിക്കുന്നു. എല്ലാം എന്താണ്? അദൃശ്യാണ്. ഒക്കെ നമ്മൾക്ക് ഉൾക്കൊണ്ടിട്ട, നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടിട്ട. മനുഷ്യന്റെ ബുദ്ധി എത്രമാത്രം പരിമിതമാണ്. ഈ കണ്ണിന് എത്ര പരിധിയുണ്ട്. നമ്മുടെ കണ്ണിൽ ഉൾക്കൊള്ളാത്തതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളെ നിഷേധിക്കേണ്ടി വരും. നമ്മുടെ കാതിന് താങ്ങാത്തതൊന്നും ഇവിടെ ശബ്ദമല്ല എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സത്യത്തെ നിഷേധിക്കേണ്ടി വരും. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നൊരു കാര്യം കേൾക്കുമ്പോ അത് നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നേ പരിശോധിക്കേണ്ടതുള്ളൂ. അഥവാ നബിയിൽ നിന്ന് അങ്ങനെ വന്നത് സത്യമാണെങ്കിൽ അത് വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ നിർബന്ധിതര് തന്നെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വ റസൂലഹു ഫഖദ് ضل ضلالا മുബീനാ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ. ഒരു മുഅ്മിനായ പുരുഷനോ ഒരു മുഅ്മിനത്തായ സ്ത്രീക്കോ പാടില്ല തന്നെ. എന്ത് പാടില്ല? ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിഷയത്തിൽ പിന്നെ അവരൊരു വേറെ ഒരു തീരുമാനം എടുക്കാനോ അതിൽ ഞങ്ങൾക്കൊന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വേറെ ഒരു ചോയ്സിന് അവർക്ക് യാതൊരു അവകാശവും ഇല്ല. അതുകൊണ്ട് കൃത്യമായി അതിനെ അംഗീകരിച്ചു കൊള്ളണം. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹുവിനെ ധിക്കരിക്കലാണ്,
റസൂലുള്ളാഹിനെ ധിക്കരിക്കലാണ്. അത്തരക്കാർക്കുള്ള പരിണിത ഫലം എന്താണെന്ന് റബ്ബുൽ ആലമീൻ പറയുന്നു. വമൻ യഅസില്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നുവോ, ഫഖദ് ദല്ല ദലാലം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിൽ തന്നെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ വിഷയത്തിൽ ഒരു മനസാക്ഷി കുത്തും എന്ന് തോന്നാൻ പാടില്ല. എന്തേ അങ്ങനെ റസൂല് പറയാൻ? അത് എനിക്കാണ് ഉൾക്കൊള്ളുന്നില്ലല്ലോ. പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടാവിനെ നിനക്ക് ഉൾക്കൊണ്ടോ ഇല്ലേ എന്നുള്ള അവിടെ വിഷയമല്ല. ഉൾക്കൊള്ളണം. അതാണ് അല്ലാഹു മറ്റൊരു വചനത്തിൽ പറഞ്ഞത്. അതുകൂടി സാന്ദർഭികമായി പറഞ്ഞുകൊള്ളുന്നു. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ റബ്ബിനെ തന്നെയാകുന്നു സത്യം. ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാകുന്നതല്ല. ഹത്താ യുഹക്കിമൂക, അവർ നിന്നെ വിധികർത്താവാക്കുന്നത് വരെ. ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്റെ തീരുമാനത്തിന് അവരെ കാത്തു നിൽക്കണം. അങ്ങനെ നീ ഒരു തീരുമാനമെടുത്താൽ പിന്നെ എന്താണ് അതിനെ സംബന്ധിച്ച് മുസ്ലിമിന്റെ സമീപനമുണ്ടായിരിക്കേണ്ടത്? സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജാ, സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം, പിന്നെ അവരുടെ മനസ്സുകളിൽ തോന്നാനേ പാടില്ല. ഹറജം മിമ്മാ ഖളൈത, നീ വിധിച്ച അല്ലെങ്കിൽ നിന്റെ തീരുമാനത്തിൽ ഒരൽപ്പം പോലും അവരുടെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാത്ത നിലക്ക് വയുസല്ലിമൂ തസ്ലീമാ, അവരതിനെ 100% അംഗീകരിക്കുകയും ചെയ്യുന്നത് വരെ അവര് മുഅ്മിനാകുന്നതല്ല, വിശ്വാസിയുടെ ഗണത്തിൽപ്പെടുന്നതല്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇതൊക്കെ വേണം നമ്മുടെ മനസ്സിൽ. എന്ത് കേൾക്കുമ്പോ? റസൂലുള്ളാഹിയുടെ ഈ വിശദീകരണം കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഓരോ ഈ വിശദീകരണവും കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ അത് വേണം. അതാണ് ഞാനത് ആമുഖമായി സൂചിപ്പിക്കാൻ കാരണം. റസൂലുള്ള പറയുന്നു എന്താ? അവന്റെ വിശേഷണങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സംബന്ധിച്ച് പറയുന്നു, വഇന്നഹു അഅ്വർ, അവൻ ഒറ്റക്കണ്ണനാണവൻ. മംസൂഹുൽ ഐനിൽ യുസ്റാ, അവന്റെ ഇടത്തെ കണ്ണ് മൂടിപ്പോയിരിക്കുന്നു. ഇടത്തെ കണ്ണിന്റെ ഭാഗത്ത് ഇടത്തെ കണ്ണിങ്ങനെ മൂടിയിരിക്കുകയാണ്. അലൈഹാ ലഫറത്തുൻ ഗലീലത്തുൻ, അലൈഹാ അതിന്മേലുണ്ട് ലഫറത്തുൻ ഗലീലത്തുൻ, ഒരു പരുപരുത്തൊരു മൂടിയുണ്ട്. ഒരു ഇറച്ചിക്കഷ്ണം വന്നിങ്ങനെ മൂടിയിരിക്കുകയാണ് ആ കുഴിയിൽ. കണ്ണവിടെ കാണുന്നില്ല, ആ സ്ഥാനത്തിങ്ങനെ മൂടപ്പെട്ടിരിക്കുകയാണ്. ഖദറാ, ഒരു പച്ച നിറത്തിൽ, കഅന്നഹാ കൗകബുൻ ദുരി, ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെയുണ്ടത് കണ്ടാൽ. ആ നിലക്കുള്ള ഭീകരമായ നിലക്കുള്ളൊരു കണ്ണ്, അവന്റെ ഇടത്തെ കണ്ണ്. ഐനുഹുൽ യുംനാ, അവന്റെ വലത്തെ കണ്ണോ കഅന്നഹാ ഇനബത്തുൻ ത്വാഫിയ, ഉന്തിത്തുറിച്ചു നിൽക്കുന്ന ഒരു മുന്തിരി പോലെയുണ്ട് അവന്റെ വലത്തെ കണ്ണ്. വലത്തെ കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ലൈസത്ത് ബിനാതിയത്തിൻ, പറ്റേ ഉന്തി നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്നതല്ല. വലാ ഹജറാ, പറ്റേ കുഴിഞ്ഞ നിലക്കുമില്ല, ഒരു മിതമായ നിലക്കിങ്ങനെ. എന്നാൽ സാധാരണ ഒരു കണ്ണിന്റെ രൂപത്തിലുമല്ലാതെ കുറച്ചിങ്ങോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോ അവന്റെ കണ്ണിന് കാഴ്ച, ഇടതേ കണ്ണിന് നേരിയൊരു കാഴ്ചയുള്ളൂ, വലത്തെ കണ്ണാകെ ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. അപ്പൊ ആകെ കൂടി ഉള്ളത് ഒറ്റ കണ്ണിനാണ്, അവൻ നേരിയൊരു കാഴ്ച ഉള്ളത് ഒറ്റ കണ്ണിനാണ്. ആ നിലക്കാകുന്നു അവന്റെ രൂപം. അങ്ങനെ ഒറ്റക്കണ്ണനാണവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പിന്നെയോ ജുഫാലു ശഅരി, ധാരാളം തിങ്ങിയ മുടിയുള്ളവനാണവൻ, ധാരാളം മുടിയുണ്ടവന്. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റബ്ബാണ് പറഞ്ഞിട്ട് ആ രംഗത്ത് വരിക. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അവൻ ആദ്യം പറയുന്നു ഇന്നഹു യബ്ദഉ ഫയഖൂലു അന നബി,
ആദ്യം അവൻ നബിയാണ് എന്നാണ് പറയുക. വലാ നബിയ ബഅദീ, എനിക്ക് ശേഷം ഒരു നബിയില്ല കേട്ടോ. കള്ളനാണവൻ, അവൻ നബിയാണെന്ന് ആദ്യം പറയും. സുമ്മ യുസന്നി ഫയഖൂലു, രണ്ടാമതായിട്ടവൻ പറയുക എന്താണെന്നോ, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ അവനെ പറ്റി മരിച്ചു വെച്ചോ. വലാ തറൗന റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയില്ലല്ലോ. ഇവൻ റബ്ബാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പിൽ വരുമ്പോ തന്നെ മനസ്സിലാക്കിക്കോ ഇവൻ കള്ളനാണെന്ന്. കാരണം മുസ്ലിമീങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്ന ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ലല്ലോ. ആഖിറത്തിൽ വെച്ചല്ലേ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്. ഈ വാനലോകത്ത് നിങ്ങൾ 14-ാം രാവിന് ഉദിച്ചു നൂത്തു നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾ കാണുന്നതിൽ സംശയിക്കുന്നുണ്ടോ? എങ്കിൽ അതിനേക്കാൾ വ്യക്തമായി നാളെ പരലോകത്ത് വെച്ച് ഓ മുഅ്മിനുകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും, സംശയം വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വെച്ചേ മുഅ്മിനീങ്ങൾ റബ്ബിനെ കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ കള്ളൻ ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് തിരിയുമല്ലോ അവൻ കള്ളനാണെന്ന്. നബിയാന്ന് പറയുമ്പോ തിരിയുമല്ലോ അവൻ കള്ളനാണെന്ന്. കാരണം എനിക്ക് ശേഷം ഒരു നബിയില്ലല്ലോ. പിന്നെ അവൻ റബ്ബാന്ന് പറയുമ്പോ നിങ്ങൾക്ക് തിരിയില്ലേ കള്ളനാണെന്ന്. കാരണം നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ പരലോകത്ത് വെച്ചല്ലാതെ കാണില്ലല്ലോ. മാത്രമല്ല പിന്നെ അവന്റെ ലക്ഷണം പറഞ്ഞത് അവൻ ഒറ്റക്കണ്ണനാണ്. ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, അല്ലാഹു ഒറ്റക്കണ്ണനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവന് 2 കണ്ണുകളുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ടതില്ല, പടച്ചവൻ ഏതെങ്കിലും സൃഷ്ടികളെ പോലെയുള്ള കണ്ണാണെന്ന് വിശ്വസിക്കാനേ പാടില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ തുല്യമായിട്ട് യാതൊന്നുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെയില്ല എന്നാണ് മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിക്കുന്ന നിലയ്ക്ക് എങ്ങനെയാണെങ്കിൽ അവൻ എങ്ങനെയാണെന്ന് നമുക്കറിയാത്തതുപോലെ അവന്റെ കാഴ്ചയും അവന്റെ കണ്ണും എങ്ങനെയാണെന്നും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ റബ്ബ് ഖുർആനിൽ അവന്റെ കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാതെ, ഉപമിക്കാതെ, നിഷേധിക്കാതെ അതിനെ ഉൾക്കൊള്ളുകയാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ മുമ്പൊരിക്കലും സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏത് വിശേഷണം പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് യോജിക്കുന്ന നിലക്ക്. ഇപ്പൊ അള്ളാഹ് ഇറങ്ങും, അള്ളാഹു ചിരിക്കും, അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ വിരല്, കാലി എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഒരു സൃഷ്ടികളെ പോലെയുമല്ല. അള്ളാഹുവിന് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്കറിഞ്ഞൂടാ. അല്ലാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ കസേരമ്മൽ ഇരിക്കും പോലെയാണോ? രാജാവ് സിംഹാസനത്തിൽ ഇരിക്കും പോലെയാണോ? ഏതെങ്കിലും ഒരു മഖ്ലൂക്കിന്റെ ഇരിപ്പ് പോലെയാണോ? മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇരിക്കാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകും. എന്നാൽ അതെങ്ങനെയാണ് ചോദിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിനെ സംബന്ധിച്ച് ചോദിക്കലോ പാടില്ലാത്തതുമാകുന്നു. അതാണ് മുസ്ലിമീങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ദജ്ജാലിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നു അവൻ ഒറ്റക്കണ്ണനാണ് കേട്ടോ. എന്നാൽ ഇന്ന റബ്ബക്കും ലൈസ ബിഅഅ്വറ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. അല്ലാഹുവിന്റെ റസൂല് 3 തവണ അത് പറഞ്ഞു. നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല ഇനി അവന്റെ ലക്ഷണം നോക്കൂ. ഇന്നഹു യംശി ഫിൽ അർളി, അവൻ ഭൂമിയിൽ കൂടെ എങ്ങനെ നടക്കും? ആര്? ദജ്ജാല്. ദജ്ജാല് ഭൂമിയിലൂടെ എങ്ങനെ നടക്കും? അള്ളാഹിനെ പറ്റി നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹ് ഭൂമിയിൽ നടക്കുന്നു. ആകാശവും ഭൂമിയും ഒക്കെ അല്ലാഹുവിനുള്ളതാണല്ലോ. അല്ലാഹുവിനെ സംബന്ധിച്ച് എവിടെയും അല്ലാഹ് ഭൂമിയിൽ കൂടി നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കള്ളന്റെ വാദം എവിടെയും പൊളിയുകയാണ്. ഇനി അവരെ കുറിച്ച് റസൂലുള്ളാഹി വർണ്ണിക്കുന്നത് നോക്കൂ. വയസ്സായ തന്തയൊന്നുമല്ല, കിളവനൊന്നുമല്ല. ഇന്നഹു ശാബുൻ ഖതതുൻ, അവൻ നല്ല ചെറുപ്പക്കാരനാണ്, അവൻ യുവാവാണ് കേട്ടോ. ഖതതുൻ, ഖതതുൻ ധാരാളം മുടിയുള്ള, അതുപോലെ തന്നെ കഅന്നീ നന്നായി ചുരുണ്ട മുടിയുള്ളവനാണ് ഖതത്ത് എന്ന് പറയുന്നത്. ചുരുണ്ട ജട കിട്ടിയൊരു മുടിയാണ്.
കഅന്നീ ഉശബ്ബിഹുഹു ബിഅബ്ദിൽ ഉസ്സ ബിൻ ഖതൻ, അബ്ദുൽ ഉസ്സയെ പോലെ തോന്നിപ്പിക്കും അവനെ കണ്ടാൽ. ഒരു സഹാബത്തിനോട് വിവരിച്ചു കൊടുത്തതാണ്. അവിടെ ഉണ്ടായിരുന്ന ആളെ പറ്റി പറഞ്ഞു കൊടുത്തു. ഖസീറുൻ, അവൻ വളരെ ഉയരം കുറഞ്ഞവനാണ്. അഫ്ഹജ, കണങ്കാലുകൾ അകന്നവനാണ്. ദഅജുൻ, അതുപോലെ തന്നെ അവന്റെ കൃഷ്ണമണി നല്ല കറുപ്പാണ്. ഉള്ള കണ്ണിന്റെ ഉള്ള ഭാഗം കറുപ്പുള്ള ഭാഗം നല്ല കറുപ്പും വെളുപ്പുള്ള ഭാഗം നല്ല വെളുപ്പുമാണ്. ആ നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പിന്നെ കാണാം ഇന്നഹു ആദമ ജഅദു, ജഅദ് എന്നാൽ ഇതേപോലെ തന്നെ ജട പിടിച്ച ചുരുണ്ട മുടിയുള്ളവനാണവൻ. അതുപോലെ തന്നെ അവൻ നല്ല വെളുത്ത കളറുള്ളവനല്ല, കറുത്ത കളറുള്ളവരുമല്ല. രണ്ടിന്റെയും ഇടക്കുള്ള ഒരു പ്രത്യേകമായ ഏതാണ്ട് ഒരു ഗോതമ്പ് കളറിനോടൊക്കെ സാദൃശ്യമുള്ള ഒരു കളറാണ് അവന്റേത്. ജുഫാലു ശഅരി, അതുപോലെ തന്നെ ധാരാളം മുടിയുള്ളവനാണ്. ഇതൊക്കെ അവന്റെ ശരീരത്തിന്റെ കോലാവരണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരാളെന്നെയാണ്. ഇതൊരാളെന്നെയാണ്, അല്ലാതെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഹദീസിൽ പറഞ്ഞതൊന്നല്ല. അത് പ്രതീകവൽക്കരിക്കാൻ പോകേണ്ടതില്ല, ഭൗതികമായി വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല. ഒരാൾ വരും, ആ ആള് സ്വഭാവങ്ങളായി പറയുന്നത്. തന്നെയുമല്ല, ഇന്നഹു, ഇനി മുസ്ലിമീങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരടയാളം കൂടി റസൂലുള്ള പറയുന്നു. അന്ന് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അവരെ തിരിച്ചറിയുന്ന ഒരു ലക്ഷണം കൂടി പറയുന്നു. വഇന്നഹു മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, വഇന്നഹു മക്തൂബുൻ, എഴുതപ്പെട്ടിരിക്കും ബൈന ഐനൈഹി, അവന്റെ ഈ കാഴ്ചയില്ലാത്ത ഈ വികലമായ ഈ കണ്ണുകളുണ്ടല്ലോ, ആ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതപ്പെട്ടിരിക്കും കാഫിർ. കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും. കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. ചില ഹദീസിൽ കാണാം അത് കാഫ് ഫാ റാ കഫറ എന്ന് തന്നെ വേർതിരിച്ച് വായിക്കാൻ കഴിയും. യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ ഔ ഗൈറു കാതിബിൻ, അക്ഷരജ്ഞാനമുള്ളവനും എഴുത്തറിയാവുന്നവനുമായ മുഅ്മിനിനും എഴുത്തറിയാത്ത നിരക്ഷരനായ മുഅ്മിനിനും അത് വായിക്കാൻ സാധിക്കുന്നു. ഏത് മുഅ്മിനിനും വായിക്കാൻ കഴിയാവുന്ന നിലക്ക് അവന്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ അവന്റെ ശാരീരികമായ പ്രകൃതങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദീകരിച്ചു തരുന്നതൊക്കെ. പിന്നെ അവൻ പറഞ്ഞല്ലോ ഞാൻ റബ്ബാണ് എന്ന് വാദിക്കുന്നു. പിന്നെ അവന്റെ റുബൂബിയത്ത് വാദം, അവൻ റബ്ബാണെന്ന് വാദിച്ചിട്ട് അവൻ ഈ ലോകത്ത് കാണിച്ചു കൂട്ടുന്ന അവന്റെ ചില അത്ഭുതങ്ങളും ചില പ്രത്യേകമായ അവന്റെ പ്രകടനങ്ങളും അവന്റെ ശക്തിയും അവൻ ഈ രാജ്യം മുഴുവൻ ഓടി നടക്കുന്ന അവന്റെ വേഗതയും അവന്റെ കൂടെയുള്ള ചില അത്ഭുതങ്ങളും അവൻ ചെയ്യുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളുമൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് സംബന്ധമായി ഇതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ വിശദീകരിക്കാം. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, നമ്മുടെ നമസ്കാരത്തിൽ നാം അല്ലാഹുവിനോട് ഫിത്നത്തുൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആരാണ് ഈ ദജ്ജാലെന്നും എന്താണ് അവന്റെ ഫിത്നയെന്നും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു തന്നത് നാം വിശ്വസിക്കണം, നാം മനസ്സിലാക്കണം, അതറിയണം. ആ ഗൗരവം അറിയുമ്പോഴാണ് നമുക്കതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ധാരണയുണ്ടാവുക. സത്യത്തെ സത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളുക, അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി തിരസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ പാതയിൽ ഏറെ മുന്നോട്ട് പോകാൻ അതിന്റെ പ്രബോധകരും പ്രചാരകരുമായി തന്നെ ജീവിച്ച് വിശ്വാസികളായി ഈ ലോകത്തോട് വിട പറയാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ